ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും KP ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡ്രിങ്കാണ്, ഒരു ഹെൽത്തി ഡ്രിങ്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബദാം വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളയുന്നുണ്ട്. നമുക്കിതെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇടാം. ഒന്ന് നൈസായിട്ട് തരി പോലും ഇല്ലാതെ അരച്ചെടുക്കണം. പാലൊഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ വെക്കുന്നത്. അതിലേക്ക് ഞാൻ 500 ഗ്രാം പാൽ ഒഴിക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യമായ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര ചേർത്താൽ മതിയാകും. ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഏകദേശം 10 എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ അരച്ച് വെച്ച ബദാം ഇതിലേക്ക് ചേർക്കാം. ഈ സമയം തന്നെ അണ്ടിപ്പരിപ്പ് അരച്ചതും ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. പാലിന് കട്ടി കൂടിക്കൊണ്ടിരിക്കും ഇതൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് 2-3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അത് പാലിൽ കലക്കി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രിങ്കിന് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നല്ലവണ്ണം അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. ഇതിലേക്ക് നമുക്കൊരു ഇളനീ ആവശ്യമുണ്ട്. അതിൻ്റെ പൾപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇതിങ്ങനെ കത്തിക്കൊണ്ട് ചുരണ്ടി എടുത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇടാം. അധികം നൈസായിട്ടൊന്നും അരക്കരുത്. ഇതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് ഒരു രസമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പിസ്ത പൊടിച്ചതും ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കാം. ഏലക്കായ് ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു രുചിയും ഒക്കെ ആയിരിക്കും. നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് നല്ലവണ്ണം കുറുകി വന്നു. നമുക്കിതിനെ ഇറക്കി വെക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇളനീയുടെ പൾപ്പ് നമുക്ക് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്കിതിലേക്ക് കുറച്ചെടുത്തിട്ടൊന്ന് ചേർക്കാം. വേണമെങ്കിൽ പിന്നീടും ചേർക്കാം. കൂടാതെ ഞാനിവിടെ കസ്കസ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടിരുന്നു. അതെടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാം. നല്ലൊരു കാണാനുള്ള നല്ലൊരു രസത്തിനും ഒരു മുഴുപ്പിനും വേണ്ടിയാണ് ഞാനിത് ചേർക്കുന്നത്. ഇത് തണുപ്പിച്ച് കുടിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ കുടിക്കാവുന്നതാണ്. ഇതൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതായത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇതാ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് കുടിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.